പുള്ളിയുടെ ഒരു നല്ല മനസ്സ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു MLA വിചാരിച്ച വേണമെങ്കിൽ 2 പേർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് സർജറി കൊടുക്കാം, അതിൽ മന്ത്രി വിചാരിച്ച് 3 പേർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു MP. ഇതൊന്നുമില്ലാതെ ഇത്രയും ആളുകളും നമ്മൾ ഇത്രയും ന്യൂനപക്ഷങ്ങളാണെന്ന് ഉണ്ടായിട്ട് പോലും ഒരാൾ പോലും മനസ്സ് വെക്കാത്തൊരു കാര്യം പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയ ഫണ്ടിൽ നിന്നും ആദ്യം ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപയാണ് ഒരാളുടെ സർജറിക്ക് ഏകദേശം വരുന്നത്. പക്ഷേ പുള്ളി നമ്മുടെ ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചപ്പോൾ അത് ഒരു 1.20 ആക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 12 ലക്ഷം രൂപ തന്നു. അതിനുശേഷം പുള്ളി അടുത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ പുള്ളി പറഞ്ഞു വീണ്ടും ഒരു 12 ലക്ഷം രൂപയും കൂടി തരാമെന്ന്. അപ്പം അത്രയും പേരുടെ ഒരു സ്വപ്നം പുള്ളി ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഇപ്പോൾ പലരും ചോദിക്കും കമ്മ്യൂണിറ്റി അവർ തെരുവിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർ സെക്സ് വർക്കേഴ്സ് അല്ലേന്ന്. പക്ഷേ അവരുടെ സാഹചര്യങ്ങളോ ആരെയും അവർ ചേർത്ത് നിർത്താൻ തയ്യാറാകുന്നില്ല, എല്ലാവരും കുറ്റം പറയും. പക്ഷേ ആ സ്ഥാനത്ത് ഇത്രയും ഫെയിമായി നിൽക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ന്യൂനപക്ഷങ്ങളായ ഇപ്പോൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് പറയാൻ സമയത്ത് വോട്ടിന് ഈ പറയുന്നത് ഞങ്ങളുടെ വോട്ട് എന്ന് പറയാൻ വേണ്ടി നിസ്സാര വോട്ടുകളുള്ളൂ, അതൊന്നുമല്ല. പുള്ളിയുടെ നല്ലൊരു മനസ്സ് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തും നന്ദി പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി ചേട്ടൻ. അപ്പോൾ സുരേഷ് ചേട്ടനാണ് ഈ സർജറിയുടെ ഫുൾ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. അമൃത ഹോസ്പിറ്റലിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം 25 lakhs ഇവിടെ ഫണ്ടിലിട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ഹെൽത്ത് ഫണ്ടായിട്ടും സർജറി റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ സുരേഷ് ചേട്ടന് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കാര്യം, ഇത് പൊളിറ്റിക്കൽ അല്ലാണ്ട് തന്നെ പേഴ്സണൽ ഫണ്ടിൽ നിന്നാണ് പുള്ളിക്കാരൻ ഇട്ടേക്കുന്നത്, അതിന് ഒരുപാട് നന്ദി.